ഒരിക്കൽ ഒരിടത്ത് ഒരു ധനികനുണ്ടായിരുന്നു. പിശുക്കനായിരുന്ന, ജീവിതത്തിൽ ആർക്കും ഒരു സഹായവും ചെയ്യാതിരുന്ന മഹാപിശുക്കനായിരുന്ന ഒരു ധനികൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാൾ മരിച്ച് സ്വർഗത്തിലേക്ക് എത്തി. സ്വർഗത്തിലെത്തിയ ഉടനെ അയാൾക്കൊരു സംശയം, എവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവിടെ സ്വർഗത്തിൻ്റെ കാവൽക്കാരനോട് ഇയാൾ ഒന്ന് ചോദിച്ചു, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ എത്തേണ്ട ആളല്ല, കാരണം ഞാൻ ജീവിതത്തിൽ ഒരു നന്മയും ആർക്കും ചെയ്തിട്ടില്ല. സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ആ കാവൽക്കാരൻ ചെക്ക് ചെയ്ത് നോക്കി ഇയാളുടെ ജീവിതത്തിലെ കണക്ക് പുസ്തകം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് ശരിയാണ്, താൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഇവിടെ എത്തേണ്ട ആളുമല്ല. പക്ഷേ നിന്റെ 60 വർഷത്തെ ജീവിതത്തിൽ നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. ഇത് കേട്ടപ്പോൾ ഈ ധനികന് വളരെ ആശ്ചര്യമായി, അതറിയണമെന്ന ആകാംക്ഷയായി. ആ ധനികൻ ചോദിച്ചു, അതെന്താണെന്ന് എന്നൊന്ന് പറയാവോ? ഈ കാവൽക്കാരൻ പറഞ്ഞു, ഒരിക്കൽ ഒരു ദിവസം നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നിന്റെ വീട്ടുമുറ്റത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അതിലെ ദരിദ്രനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. അയാൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ 3-4 ദിവസമായി, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരണേ എന്ന് ചോദിച്ചു. നിന്റെ വീട്ടിൽ ഭക്ഷണം ഇല്ലായിരുന്നു, ഇനി അത് ഉണ്ടായിരുന്നെങ്കിലും നീ കൊടുക്കുകയില്ലായിരുന്നു. പക്ഷേ അന്ന് നിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഒരു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം നിനക്ക് അറിയാമായിരുന്നു. നീ ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമില്ല, പക്ഷെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ആ മനുഷ്യൻ അങ്ങോട്ട് പോയി അവിടെ നിന്ന് വേണ്ടുവോളം ഭക്ഷണം കഴിച്ചു. നീ ഈ ചെയ്ത സൽപ്രവൃത്തിക്ക് നിനക്ക് ഒരു ദിവസം സ്വർഗത്തിൽ കഴിയാം, നാളെ നീ നരകത്തിലേക്ക് പോകണം, അവിടെ നിന്റെ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ഈ മനുഷ്യന് ഒരേ സമയം സന്തോഷവും ദുഃഖവും തോന്നി. സന്തോഷം തോന്നാൻ കാരണം, ഒരു ദിവസം സ്വർഗത്തിൽ കഴിയാം, ഈ സ്വർഗത്തിലെ സന്തോഷങ്ങളും സുഖവും ആസ്വദിക്കാം. പക്ഷേ ദുഃഖം തോന്നാൻ കാരണം, ഇത്രയും ചെറിയ ആർക്കും ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്തതിന് ഒരു ദിവസം എനിക്ക് സ്വർഗത്തിൽ കഴിയാമെങ്കിൽ, ആയുഷ്കാലം മുഴുവൻ നല്ലത് ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ മരണാനന്തരം എനിക്ക് മുഴുവൻ സമയവും സ്വർഗത്തിൽ കഴിയാമായിരുന്നല്ലോ എന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. നിസ്സാരമെന്ന് തോന്നാവുന്ന, ചെറിയ കുട്ടികൾക്കുള്ള ബാലപാഠമെന്ന് തോന്നിക്കാവുന്ന ഈ ചെറുകഥയിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം ഉൾക്കൊള്ളാവുന്നതാണ്. മരണശേഷം സ്വർഗമുണ്ടോ നരകമുണ്ടോ, സ്വർഗത്തിൽ എന്തൊക്കെയാണ് സന്തോഷമുള്ളത്, നരകത്തിൽ എന്തൊക്കെയാണ് ദുരിതമുള്ളത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ആരും മരിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്ന നമ്മൾ ആരും മരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയാനും കഴിയില്ല. പക്ഷേ ഈ ലോകം സ്വർഗമോ നരകമോ ആക്കി മാറ്റാൻ നമുക്ക് കഴിയും. നമ്മൾ മനുഷ്യരുടെ ഏറ്റവും വലിയ കഴിവുകളിൽ ഒന്നാണത്. നമുക്കറിയാം, കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. 10 ലക്ഷമോ 3 കോടിയോ ഒന്നും ദുരിതാശ്വാസ നിധിയിലോട്ടോ അല്ലെങ്കിൽ നേരിട്ടോ എത്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ നമ്മളെ കൊണ്ട് ആവുന്നത്, അത് പൈസയായിട്ടാണെങ്കിലും കൈ സഹായമായിട്ടാണെങ്കിലും ഒരു ചെറിയൊരു വാട്സാപ്പ് പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിലൂടെയാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ചെറിയ നന്മ, അത് മറ്റുള്ളവർക്ക് ഒരു സ്വർഗം തന്നെ ആയേക്കാം. ഈ ജീവിതത്തിൽ നന്മ പ്രവൃത്തികൾ ചെയ്താൽ മരണശേഷം സ്വർഗം കിട്ടും എന്നുള്ള ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നന്മകൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള മതധാർമ്മിക പ്രബന്ധങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയെങ്കിലും നമുക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാം. പക്ഷേ മരണാനന്തര സുഖ ജീവിതത്തിനുമപ്പുറം ഈ ജീവിതത്തിലെ നന്മ, മനുഷ്യത്വം, സാഹോദര്യം എന്ന് പറഞ്ഞ കുറച്ച് മൂല്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഈ ജീവിതത്തിൽ തന്നെ എപ്പോൾ, എങ്ങനെ, ആരിൽ നിന്ന്, എവിടെ വെച്ച് തിരിച്ച് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാം, മനുഷ്യരാകാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മകൾ മാത്രം ഭവിക്കട്ടെ. ശുഭദിനം.